ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 80, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. സസംശു സത്രാജിൻഗിരമനുജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകനിക തഥാ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരാം പ്രസേനം തം ദൃഷ്ട്വാ ഹരിം അഭി ഗതോ ഭൂകവിഗുഹാം. അന്വയം. അർത്ഥം. ജനങ്ങൾ. സത്രാജിത് ഗിരം അനു. സത്രാജിത്തിന്റെ വാക്കിനെ തുടർന്ന് ത്വാം അങ്ങയെ മണിഹരം സമന്തക മോഷ്ടാവായി സസംശു പറഞ്ഞു. ജനാനാം ജനങ്ങൾക്ക് ഗുണിനാം ഗുണമുള്ളവരുടെ ദോഷകണിക അല്പദോഷം പീയൂഷം അമൃത് ഭവതി ആകുന്നു. തഥാ അനന്തരം അവിടുന്ന് സർവജ്ഞനാണെങ്കിലും സ്വജനസഹിത സ്വന്തം ബന്ധുക്കളോടുകൂടി മാർഗണപര രത്നാന്വേഷണ തൽപരനായി തം ആ പ്രസേനം അഭി മരിച്ചു കിടന്ന പ്രസേനനെയും ഹരിം അഭി സിംഹത്തെയും ദൃഷ്ട്വ കണ്ടിട്ട് കവി ഗുഹം വാനരനായ ജാംബവാന്റെ ഗുഹയെ ഗത അഭു ഗമിച്ചു. ഹരിവു. സാരം. പ്രസേനനെ കൊന്ന് സമന്തകം അപഹരിച്ചത് കൃഷ്ണനാണെന്ന് സത്രാജിത്ത് പറഞ്ഞു വരുത്തിയത് ജനങ്ങൾ ഏറ്റുപാടി. മഹാന്മാരുടെ ദോഷലേശം ജനങ്ങൾക്ക് അമൃത് പോലെ സുഖകരമാണ്. ഭഗവാൻ എല്ലാം അറിയുന്നവനെങ്കിലും രത്നാന്വേഷണത്തിനായി സ്വജനങ്ങളോടൊത്ത് തിരിച്ചു. കാട്ടിൽ ചെന്ന് മൃതനായ പ്രസേനനെയും അശ്വത്തെയും സിംഹത്തെയും കണ്ട് വാനരത്തിൻ്റെ കാൽപ്പാട് നോക്കി നടന്നു. ജാംബവാന്റെ ഗുഹയിലെത്തി. അനുയായികളെ വെളിയിൽ നിർത്തിയിട്ട് ഭഗവാൻ അകത്ത് കടന്നു. ഹരി ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഭവന്തമവിതർക്കയൻ അതിവയാ സ്വയം ജാംബവാൻ മുകുന്ദ ശരണം ഹി മാം കൈഹി രോദ്ധുമിത്യാലപൻ വിഭോ രഘുപദേ ഹരേ ജയ ജയേത്യലംവൃഷ്ടിഭി ചിരന്തപസമർച്ചനം വ്യതിത ഭക്തചൂടാമണി. അന്വയം. അർത്ഥം. അതിവയക വയസ്സു വളരെയുള്ളവനും ഭക്തചൂടാമണി ഭക്തി ശിരോമണിയുമായ ജാംബവാൻ എന്ന കവിശ്രേഷ്ഠൻ ഭവന്തം അങ്ങേ അവിതർക്കയൻ അറിയാതെ സ്വയമേവ മുകുന്ദ ശരണം വിഷ്ണുഭക്തനായ മാം എന്നെ ഇഹ ഇവിടെ വച്ച് രോദ്ധും നേരിടുന്നതിന് ഹി ആരാണ് ധൈര്യമുള്ളവൻ ഇതി എന്നിപ്രകാരം ആലപൻ പറഞ്ഞുകൊണ്ട് വിഭോ പ്രഭു രഘുപതേ രാമ ഹരേ വിഷ്ണു ജയ ജയ ജയിച്ചാലും ഇതി എന്നിപ്രകാരം ആലവൻ ജപിച്ചു. മുഷ്ടികൾ കൊണ്ട് ചരൻ ദ്വന്ദ്വയുദ്ധം നടത്തുന്നവനായി തവ അങ്ങയുടെ സമർച്ചനം പൂജ അലം വേണ്ടത്ര വ്യതിത നടത്തി. ഹരിവും. സാരം. വളരെ വൃദ്ധനും ഭക്തിശിരോമണിയുമായ ജാംബവാൻ അങ്ങ് അവിടെ വരുമെന്ന് ചിന്തിക്കാനാവാതെ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായ തന്നെ ഇവിടെ വന്ന് ആരാണ് ആക്രമിക്കുന്നത് എന്ന് ചിന്തിച്ച് രാമ രഘുപതി ജയ ജയ എന്ന നാമജപത്തോടു കൂടി മുഷ്ടി ചുരുട്ടി വളരെ നേരം ഭഗവാനെ പ്രഹരിച്ചു. ആ പ്രഹരമെല്ലാം ഭഗവാൻ
ഭഗവാനെ അർച്ചനയായി തീർന്നു. ഹരി ഓം.